ഹായ്, നമ്മള് ഫിസിക്സിലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ പഠിച്ചു തീർന്നു, കെമിസ്ട്രിയിലെ ഇക്വിലിബ്രിയം പഠിച്ചു തീർന്നു. ഇനിയാണ് നമുക്ക് ബയോളജിയിലെ അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അനാട്ടമി ഓഫ് പ്ലാന്റ്സ്. അപ്പൊ പ്ലാന്റ് അനാട്ടമി എങ്ങനെയാണ്, അതിൽ മേജർ പോയിന്റ്സ് എന്തൊക്കെയാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വേഗം നോക്കാം നമുക്ക്. അനാട്ടമിയിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് ടിഷ്യൂ എന്ന ടോപ്പിക്കാണ്. ടിഷ്യൂസ് നമുക്കറിയാം രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, രണ്ട് പെർമനന്റ് ടിഷ്യൂ എന്ന് പറയും. സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. ഈ പറഞ്ഞ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്നെന്ന് പറയുന്നത് പ്രൈമറി മെരിസ്റ്റം, രണ്ടാമത്തത് സെക്കൻഡറി മെരിസ്റ്റം. പ്രൈമറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ചെടി ജനിച്ച് അതിന്റെ ജീവിതകാലത്തിൽ തുടക്കത്തിൽ തന്നെ കാണപ്പെടുന്ന മെരിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രൈമറി മെരിസ്റ്റം. ഇപ്പൊ എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർ കാലറി മെരിസ്റ്റം, അതൊക്കെ ആ കാറ്റഗറിയിൽ വരും. പക്ഷെ അതേസമയം സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടി വളർന്ന് കുറച്ച് കാലഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം രണ്ടാമതുണ്ടാകുന്ന മെരിസ്റ്റം, അതായത് സെക്കൻഡ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉണ്ടായിട്ട് ഉണ്ടാകുന്ന മെരിസ്റ്റംസ്, അത്തരം മെരിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി മെരിസ്റ്റം. നമ്മളെ ക്യാമ്പിയോ ഒക്കെ ഈ സെക്കൻഡറി മെരിസ്റ്റത്തിനകത്താണ് വരുന്നത്. അല്ലാതെ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള പെർമനന്റ് സെല്ലുകൾ അഥവാ സ്പെഷ്യലൈസ്ഡ് സെല്ലുകളാണ്. അപ്പൊ സ്പെഷ്യലൈസ്ഡ് സെല്ല്, ഈ മെരിസ്റ്റമാറ്റിക് സെല്ലുകൾക്ക് എന്തെങ്കിലും ഒരു ജോലി നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ പെർമനന്റ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. സോ പെർമനന്റ് ടിഷ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടിഷ്യൂസ് ആണ് സിമ്പിൾ ടിഷ്യൂവും കോമ്പൗണ്ട് ടിഷ്യൂ. സോ പെർമനന്റ് ടിഷ്യൂസിൽ സിമ്പിൾ ആയിട്ട് വരുന്നതിൽ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് പാരൻകൈമ. സോ പാരൻകൈമ നമുക്കറിയാം ഒരു ഓവൽ ഷേപ്പ് പോലെയൊക്കെ ഇരിക്കും അല്ലെ, അതിനിടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പ് ഒക്കെ കാണും. പിന്നെ ഇവർ കൂടുതലും സ്റ്റോറേജ്, ഫോട്ടോസിന്തസിസ് തുടങ്ങിയ ഫംഗ്ഷൻസ് ഒക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത് വരുന്ന സിമ്പിൾ ടിഷ്യൂ ആണ് കോളൻ ഖൈമ എന്ന് പറയും. ഈ കോളൻ ഖൈമയുടെ പ്രത്യേകത അതിന്റെ ഈ കോർണേഴ്സ് തിക്കൻഡ് ആയിരിക്കും. ആ തിക്കനിങ്ങിന്റെ കാരണം എന്താ? ബിക്കോസ് ഇറ്റ് ഈസ് ദാറ്റ് തിക്കനിങ് എന്ന് പറയുന്നത് ഡെപ്പോസിഷൻ ആണ്. ഇതിന്റെയൊക്കെ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. അപ്പൊ ഇതിന്റെയൊക്കെ ഡെപ്പോസിഷൻ കൊണ്ട് ആ നല്ല കട്ടിയുള്ള തിക്കൻഡ് ആയിട്ടുള്ള കോർണേഴ്സ് ആണ് അതിനുള്ളത്. നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? ദേ പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട്. ഓക്കെ, നമ്മുടെ ബോൺസ് പോലെ ചെടിക്ക് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നതൊക്കെയാണ് ആരുടെ ജോലി? നമ്മുടെ കോളൻ ഖൈമയുടെ ജോലി. അതേസമയം നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് സ്ക്ലീറൻ ഖൈമ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ സെൽ വോൾ ലിഗ്നിഫൈഡ് ആണ്. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, സ്ക്ലീറേറ്റ്സ് എന്നും പിന്നെ ഫൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട്. സ്ക്ലീറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഉരുണ്ടൊക്കെ ഇരിക്കുന്നത്, സ്ക്ലീറേറ്റ്സ് നമ്മുടെ ഫൈബേഴ്സ് കുറച്ചുകൂടി നീണ്ടായിരിക്കും ഇരിക്കുന്നത്. ടാപ്പറിംഗ് എൻസ് ആണ് വരുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കുക, നമ്മളിപ്പോ പറഞ്ഞ സ്ക്ലീറൻ ഖൈമ എല്ലാം ചത്ത സെല്ലുകളാണ്. ഓക്കെ, ഡെഡ് സെല്ലുകളാണ്, ഡെഡ് പ്രോട്ടോപ്ലാസം ഒക്കെയാണ് അവർക്കുള്ളത്. അപ്പൊ ഡെഡ് സെല്ലുകൾ കാറ്റഗറിയിലാണ് ആര് വരുന്നത്? നമ്മുടെ സ്ക്ലീറൻ ഖൈമയൊക്കെ വരുന്നത്. ഇപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ സ്ക്ലീറൻ ഖൈമയിൽ തന്നെ സ്ക്ലീറേറ്റ്സ്, അതാണ് നമ്മുടെ ഗ്വാവയിലൊക്കെ കാണപ്പെടുന്നത്. ദെൻ പൾപ്പ് ഓഫ് ദാറ്റ് സപ്പോർട്ട, ഇതിന്റെയൊക്കെ പൾപ്പിൽ കാണപ്പെടുന്നത് ഈ പറഞ്ഞ സ്ക്ലീറൻ ഖൈമ സെല്ലുകളാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുന്നത്. കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് സൈലവും ഫ്ലോയവും തന്നെയാണ്. നമുക്കറിയാം സൈലം ഉണ്ടാക്കിയിരിക്കുന്ന 4 കമ്പോണൻസ് കൊണ്ടാണ്. ഒന്ന് പറയുന്നത് സൈലം ഫൈബേഴ്സ്, സൈലം പാരൻകൈമ, ദെൻ സൈലം വെസൽസ് ആൻഡ് സൈലം ട്രക്കീറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ 4 പേരെ കൊണ്ടാണ് നമ്മൾ നമ്മുടെ സൈലത്തിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് സൈലം വെസൽസ് ജിംനോസ്പേംസിന് ഇല്ല എന്ന പോയിന്റ് ആണ്. അപ്പൊ ആ പോയിന്റ് ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കാം. രണ്ടെന്ന് പറയുന്നത് പാരൻകൈമേറ്ററി സെൽസ്, ഇതിനകത്ത് സൈലം പാരൻകൈമ ലിവിംഗ് ആയിട്ടുള്ള സെല്ലാണ്. പിന്നെ ഓർത്തിരിക്കേണ്ടത് റേ പാരൻകൈമയാണ് റേഡിയൽ കണ്ടക്ഷന് വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പോയിന്റ്സ് സൈലം മൊത്തം പഠിച്ചു വെച്ചിരിക്കണം. അതിൽ ഇത്തരം പോയിന്റ്സ് കുറച്ചുകൂടി സ്ട്രെസ് കൊടുത്ത് പഠിച്ചു വെക്കണം. കോംപ്ലക്സ് ടിഷ്യൂല് രണ്ടാമത് വരുന്നതാണ് ഫ്ലോയം. ഫ്ലോയത്തിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എല്ലാവർക്കും അറിയാം. എന്തിനു വേണ്ടിയിട്ടാ? ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ലീവ്സിൽ നിന്നും മറ്റ് പാർട്സിലേക്ക്. തിരിച്ചും അതായത് ബൈ ഡയറക്ഷണൽ കണ്ടക്ഷൻ ആണ്. നമ്മളിപ്പോ വാട്ടർ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് വരുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ പോയിന്റ്സ് ഓർത്തോളൂ. ഫ്ലോയത്തിനും ഈ പറഞ്ഞതുപോലെ തന്നെ കമ്പോണൻസ് ഉണ്ട്, അതുകൊണ്ടല്ലോ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ചെയ്യുന്നതാണ് കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുന്നത്. സോ ഫ്ലോയത്തിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് sieve tube elements, companion cells, then phloem parenchyma and phloem fibers. ഇത്രയുമാണ് ഫ്ലോയത്തിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇതിനകത്തും കുറച്ച് പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. സീവ് ട്യൂബ് എലമെന്റ്സിന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഒരു കൂട്ടുകാരനാണല്ലോ കമ്പാനിയൻ. സോ സീവ് ട്യൂബ് എലമെന്റ്സിന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കമ്പാനിയൻ സെൽസ് ആണ്. അതിന്റെ അകത്തുള്ള പ്രഷർ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ കമ്പാനിയൻ സെൽസ് ലിവിംഗ് സെല്ലാണ്, കാരണം പാരൻകൈമാറ്റിക് സെല്ലാണ് കമ്പാനിയൻ സെൽ എന്ന് പറയുന്നത്. മോണോകോട്ട് ചെടികളിൽ ഫ്ലോയം പാരൻകൈമ അധികം കാണാറില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റുകൾ എൻട്രൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക.
അപ്പൊ ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ സൈലത്തിന്റെ അറേഞ്ച്മെന്റ് അനുസരിച്ചിട്ട് നമ്മൾ രണ്ട് തരം അറേഞ്ച്മെന്റ്സ് പറയുന്നുണ്ട് അനാട്ടമി ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കുമ്പോൾ. ഒന്ന് എക്സാർക്ക്, ഒന്ന് എൻഡാർക്ക്. എക്സാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം രണ്ട് തരം സൈലം ഉണ്ട്, ഒന്ന് മെറ്റാക്സൈലം, ഒന്ന് പ്രോട്ടോക്സൈലം. ആദ്യം ഉണ്ടാകുന്ന പ്രൈമറി സൈലത്തിനെയാണ് പ്രോട്ടോക്സൈലം എന്നും രണ്ടാമത് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ മെറ്റാക്സൈലം എന്നും വിളിക്കുന്നത്. ഇതിനെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് അനുസരിച്ചിട്ടാണ് എക്സാർക്ക് കണ്ടീഷൻ എന്നും എൻഡാർക്ക് കണ്ടീഷൻ എന്നും നമ്മൾ രണ്ട് പേര് കൊടുത്തിരിക്കുന്നത് അനാട്ടമിയില്. പ്രോട്ടോക്സൈലം പിത്തിന്റെ ഉള്ളിലേക്ക്, അതായത് അകത്തേക്കാണ് ഇരിക്കുന്നതെങ്കിൽ, പ്രോട്ടോക്സൈലം അകത്തേക്കാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെയാണ് എൻഡാർക്ക് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. സ്റ്റെമ്മുകളുടെ പ്രത്യേകതയാണ് എൻഡാർക്ക് കണ്ടീഷൻ. അതേസമയം പ്രോട്ടോക്സൈലം പുറത്തേക്ക് പെരിഫറിയിലേക്കാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സാർക്ക് കണ്ടീഷൻ. റൂട്ടുകളുടെ പ്രത്യേകതയാണ് എക്സാർക്ക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് ടിഷ്യൂ സിസ്റ്റം ആണ്. നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ദെൻ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആൻഡ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. അപ്പൊ ഇത് ഈ മൂന്നെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ എപ്പിഡെർമിസ് നമുക്കറിയാം, നമ്മുടെ ഏറ്റവും മുകളിലുള്ള ക്യൂട്ടിക്കിൾ കൊണ്ട് നമ്മൾ കവറിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറിയ ചെറിയ ഹോൾസ് കാണപ്പെടും, നമ്മൾ അതിനെ സ്റ്റൊമാറ്റ എന്ന് വിളിക്കും. ആ സ്റ്റൊമാറ്റിലെ ഹോൾസിനെ കവർ ചെയ്തിരിക്കുന്ന രണ്ട് സെല്ലുകൾ കൊണ്ടാണ് അതിന് നമ്മൾ ഗോഡ് സെല്ലുകൾ എന്ന് വിളിക്കുന്നു. ഇതിൽ ഡൈക്കോട്ട് ചെടികളിലാണെങ്കിൽ ഗോഡ് സെല്ലുകൾ പയർമണിയുടെ ഷേപ്പാണ്, പി ഷേപ്പ് ഓർ കിഡ്നി ഷേപ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ബീൻ ഷേപ്ഡ് എന്ന് പറയാറുണ്ട്. അതേസമയം മോണോകോട്ട് ചെടികളിലാണെങ്കിൽ ഈ ഗോഡ് സെല്ലുകളെല്ലാം തന്നെ ഡംബൽ ഷേപ്പിലായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ സ്റ്റൊമാറ്റിൽ ഓപ്പണിംഗിന്റെ ക്ലോഷറും ഓപ്പണിംഗും ക്ലോഷറും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ ഗോഡ് സെല്ലുകളാണ്. അതുകൊണ്ടാണ് അവർ ഗോഡ് സെല്ലുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അല്ലാതെ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് വാസ്കുലാർ ടിഷ്യൂ ആണ്. ഈ നമ്മുടെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന എപ്പിഡെർമൽ ടിഷ്യൂവിനും വാസ്കുലാർ ടിഷ്യൂവിനും ഇടയിൽ കാണപ്പെടുന്നതിനാണ് നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. ദെൻ വാസ്കുലാർ ടിഷ്യൂ നിങ്ങൾ ഓൾറെഡി ബോട്ടണിയുടെ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്തിരിക്കുന്നത് കൊണ്ട് നന്നായിട്ട് അറിയാമായിരിക്കും. അപ്പൊ അതിനകത്തുള്ള മോണോകോട്ടിന്റെയും ഡൈക്കോട്ടിന്റെയും വ്യത്യാസങ്ങൾ കൃത്യമായിട്ട്, അത് സ്റ്റെമ്മിലും റൂട്ടിലും ഉള്ള വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു വെച്ചേക്കണം. ഇതിനകത്തുള്ള വാസ്കുലാർ ബണ്ടിൽസിന്റെ അറേഞ്ച്മെന്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, റേഡിയലും കൺജോയിന്റും. റേഡിയൽ എന്ന് പറഞ്ഞാൽ ഫ്ലോയും സൈലും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഇസ് റേഡിയൽ. അതേസമയം കൺജോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും സൈലും ഫ്ലോയും ഒരുമിച്ച് ഒരേ റേഡിയസിൽ തന്നെയായിരിക്കും രണ്ടുപേരും ഇരിക്കുന്നത്, ദാറ്റ് ഇസ് കോൾഡ് കൺജോയിന്റ് അറേഞ്ച്മെന്റ്. പിന്നെ നമുക്ക് അതിനകത്ത് ഓർത്തിരിക്കേണ്ട രണ്ട് ടൈപ്പ് വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്, ദാറ്റ് ഇസ് ഓപ്പൺ ടൈപ്പും ക്ലോസ്ഡ് ടൈപ്പും. അതായത് സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ ആണെങ്കിൽ ഡൈക്കോട്ട് ചെടികളിലൊക്കെ ഉള്ളതുപോലെ. സോ സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ ആണെങ്കിൽ ഡൈക്കോട്ട് സ്റ്റെം ഒക്കെ എക്സാമ്പിൾ ആണ്. സോ സെക്കൻഡറി ഗ്രോത്ത് പോസിബിൾ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ ടൈപ്പ്. അപ്പൊ ആ സൈലത്തിനും ഫ്ലോയത്തിനും ഒരു ക്യാമ്പിയൽ റിംഗ് കാണും. സോ ക്യാമ്പിയൽ റിംഗ് അല്ല, ക്യാമ്പിയം കാണും. സോ ക്യാമ്പിയം പ്രസന്റ് ആണെങ്കിൽ ദാറ്റ് ഇസ് ഓപ്പൺ ടൈപ്പ്. അപ്പൊ ക്യാമ്പിയം പ്രസന്റ് അല്ല എങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ക്ലോസ്ഡ് ടൈപ്പ്, ദാറ്റ് ഇസ് ദർ ഇസ് നോ സെക്കൻഡറി ഗ്രോത്ത്. അപ്പൊ സെക്കൻഡറി ഗ്രോത്തിന്റെ ബേസിസിൽ നമ്മൾ അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് വാസ്കുലാർ ബണ്ടിൽസിനെ. നമ്മൾ ഡൈക്കോട്ട് റൂട്ടിന്റെ ക്രോസ് സെക്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ ഏറ്റവും വെളിയിലുള്ള ലെയറിനെ വിളിക്കുന്ന പേര് എപ്പിഡെർമിസ്, ഇടയ്ക്കുള്ളത് കോർട്ടെക്സ്, പിന്നെ എൻഡോഡെർമിസ്. ആ എൻഡോഡെർമിസ് ലെയർ എത്തുമ്പോഴാണ് അവിടെ വാക്സി ഒരു ലെയർ, വളരെ കട്ടിയുള്ള വാക്സി കോട്ടിംഗ് നമുക്ക് അതിനകത്ത് സ്യൂബറിൻ ഡെപ്പോസിഷൻ ഉള്ള വാക്സി കോട്ടിംഗ് നമുക്ക് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാസ്പേരിയൻ സ്ട്രിപ്പ് എന്ന് വിളിക്കുന്നത്. അതാണ് വാട്ടറിന്റെ കണ്ടക്ഷൻ അവിടെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം അകത്തേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും അതിനകത്ത് സൈലവും ഫ്ലോയത്തിന്റെ ഇടയിൽ വാസ്കുലാർ ബണ്ടിൽസിന്റെ ഇടയിൽ കുറച്ച് സെല്ലുകൾ കാണപ്പെടും, നമ്മൾ അതിനെ കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്നൊക്കെ വിളിക്കും. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും അതിന്റെ സ്ട്രക്ചേഴ്സും ആണ് നിങ്ങൾ ഡൈക്കോട്ടിൽ ഓർത്തിരിക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് മോണോകോട്ട് സ്റ്റെം എടുത്താലും. മോണോകോട്ട് സ്റ്റെമ്മിൽ പക്ഷേ അറേഞ്ച്മെന്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അവിടെ ഓപ്പൺ ടൈപ്പ് വാസ്കുലാർ ബണ്ടിൽസ് ആണ് വരുന്നത്. ഒപ്പം പോളി ആർക്ക് കണ്ടീഷൻ, ഒരുപാട് സൈലോ ഫ്ലോയോ, അതായത് വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടാവും അവിടെ കൂടുതലായിരിക്കും. സോ ഇത്രയൊക്കെയാണ് നിങ്ങൾ അതിനകത്ത് ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ. അതേസമയം നമ്മൾ റൂട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെയാണ് ലെയേഴ്സ് വരുന്നത്, ദാറ്റ് ഇസ് എപ്പിഡെർമിസ്, കോർട്ടെക്സ്, എൻഡോഡെർമിസ്. ഈ എൻഡോഡെർമിസിൽ അവിടെ സ്റ്റാർച്ച് ഡെപ്പോസിഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർച്ച് ഷീത്ത് എന്നൊക്കെ വിളിക്കുന്ന ലെയേഴ്സ് അവിടെയാണ് കാണപ്പെടുന്നത്. അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ്, മീൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഒന്ന് എടുത്തു വെച്ച് പഠിക്കുക അതിനകത്ത്. ഇനി ലീഫിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഒരു ഡൈക്കോട്ട് ലീഫ് എടുത്തു കഴിഞ്ഞാൽ മുകൾ സൈഡ് പോലെയല്ല, അതായത് അഡാക്സിൽ സൈഡ് പോലെയല്ല അബാക്സിൽ സൈഡ് വരുന്നത്. അപ്പൊ രണ്ട് സൈഡും ഡിഫറെന്റ് ആയിട്ടുള്ള അനാട്ടമി ആയതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ഡോർസി വെൻട്രൽ. അതേസമയം മോണോകോട്ട് ആണെങ്കിൽ മോണോകോട്ടില് രണ്ട് സൈഡും ഏകദേശം ഒരേപോലെ ആയതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ഐസോ ബൈലാറ്ററൽ ലീഫ്. ഈ മോണോകോട്ട് ഇലകളിൽ ഒരു വലിയ പ്രത്യേകത ഉണ്ട്, ദേ കണ്ടെയ്ൻ ബുള്ളിഫോം സെൽസ്. എന്തിനാ ഈ ബുള്ളിഫോം സെൽസ് കൊടുത്തിരിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ വാട്ടർ കണ്ടന്റ് ആ ചെടിയിൽ കുറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നേച്ചറിൽ വാട്ടർ വളരെ ഡ്രൈ സീസൺ ആണെങ്കിൽ, അത്തരത്തിലുള്ള ഡ്രൈ സീസണിൽ ആ ഇല ചുരുണ്ട് അകത്തേക്ക് വളഞ്ഞു പോകും, അങ്ങനെ ചുരുണ്ടു പോകും. അങ്ങനെ ചുരുളുന്നത് കൊണ്ട് തന്നെ ട്രാൻസ്പിറേഷൻ ലോസ് കുറയ്ക്കാനായിട്ട് ആ പുൽച്ചെടികൾക്ക് സാധിക്കും, മോണോകോട്ടുകൾക്ക് സാധിക്കും. സോ മോണോകോട്ടുകൾക്ക് ആ കഴിവ് കൊടുക്കുന്ന സെല്ലുകളെയാണ് നമ്മൾ ബുള്ളിഫോം സെൽസ് എന്ന് വിളിക്കുന്നത്. ബുള്ളിഫോം സെൽസിനകത്തുള്ള വാട്ടർ കുറഞ്ഞാൽ ആ ഇലകളിൽ ചുരുണ്ടു പോവുകയാണ് ചെയ്യുന്നത്. സോ അതൊന്ന് ഓർത്തിരിക്കുക, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്.
പിന്നെ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. സെക്കൻഡറി ഗ്രോത്ത് നമുക്കറിയാം, വാസ്കുലാർ ബണ്ടിൽസിന്റെ ഇടയിൽ കാണപ്പെടുന്ന കാമ്പിയത്തിന് നമ്മൾ ഇൻട്രാ ഫാസിക്കുലാർ കാമ്പിയം എന്നും, രണ്ട് വാസ്കുലാർ ബണ്ടിൽസിന് ഇടയിൽ ഉണ്ടാകുന്നതിന് ഇന്റർ ഫാസിക്കുലാർ കാമ്പിയം എന്നും നമ്മൾ പറയും. പിന്നീട് ഈ രണ്ട് കാമ്പിയംസ് പരസ്പരം ജോയിൻ ചെയ്യുമ്പോഴാണ് ഒരു കാമ്പിയൽ റിംഗ് ഫോം ചെയ്യുന്നത്. പിന്നീട് ആ കാമ്പിയൽ റിംഗ് പുതിയ സെക്കൻഡറി ഗ്രോത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ സെക്കൻഡറി ഗ്രോത്തിന്റെ ആ പോർഷൻസ് നന്നായിട്ടൊന്ന് നോക്കിയിരിക്കുക. പിന്നെ ഈ ചാപ്റ്ററിനകത്ത് വരുന്ന മറ്റൊരു കാര്യമാണ് സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും. സ്പ്രിംഗ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വളരെ ലൈറ്റ് കളേർഡ് ആണ്. സ്പ്രിംഗ് സീസണിലാണ് അത് ഉണ്ടാകുന്നത്. ആ സമയത്ത് വളരെ നല്ല കാമ്പിയൽ ആക്ടിവിറ്റി നടക്കുന്ന സമയമാണ്. അപ്പൊ വളരെ ക്യാവിറ്റി ഉള്ള സ്പ്രിംഗ് വുഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ലൈറ്റ് ഇൻ കളേർഡ് ആണ്. പക്ഷെ ഓട്ടം സീസൺ ആകുമ്പോഴത്തേക്കും കാമ്പിയൽ ആക്ടിവിറ്റി നന്നായിട്ട് കുറയും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള കുറച്ച് ചെറിയ ആക്ടിവിറ്റിയെ കാണും. അപ്പൊ കുറച്ച് ചെറിയൊരു റിംഗ് ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി ചേർത്താണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ആനുവൽ റിംഗ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമുക്ക് അതിനകത്ത് തന്നെ ഹാർട്ട് വുഡും സാപ്പ് വുഡും ഉണ്ട് അല്ലെ. നടുക്കോട്ടിരിക്കുന്നത് നല്ല കട്ടിയുള്ള, നമ്മൾ മലയാളത്തിൽ കാതൽ എന്ന് പറയും. അപ്പൊ അകത്തേക്ക് ഇരിക്കുന്ന ആ വുഡിനെയാണ് നമ്മൾ ഹാർട്ട് വുഡ് എന്നും, പുറത്തേക്ക് ഇരിക്കുന്നത് പെട്ടെന്ന് സ്വാഭാവികമായിട്ട് അത് പെട്ടെന്ന് ഇത് ചെതലൊക്കെ അരിച്ചു പോകാൻ ചാൻസ് ഉള്ള പോർഷൻസ് ആണ്. സോ അതിനെയാണ് നമ്മൾ സാപ്പ് വുഡ് എന്ന് വിളിക്കുന്നത്. ഹാർട്ട് വുഡിനകത്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഓയില്, പിന്നെ കുറെ ഗമ്മ്, അങ്ങനെയൊക്കെയുള്ള കുറെ ലിഗ്നിൻ ഡെപ്പോസിഷൻസ് ഇതെല്ലാം കൊണ്ട് ഡെഡ് ആയിട്ടുള്ള റീജിയൻ ആണ് ഹാർട്ട് വുഡ്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ്ങും ആണ്. ബിക്കോസ് ഇത്രയും ഡെപ്പോസിഷൻ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചെതലരിച്ച് പോവുക എന്നുള്ള ഡ്യൂറബിൾ ആണ് എന്ന് പറയുന്നത് ഹാർട്ട് വുഡ്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആണ് സാപ്പ് വുഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഈ സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മരത്തിന്റെ വണ്ണം കൂടും. അപ്പൊ വണ്ണം കൂടുമ്പോൾ ഔട്ടർ ലെയറിൽ ഒരു പ്രത്യേകതരം രണ്ടാമതൊരു ഗ്രോത്തിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ വണ്ണം കൂടാവുന്നതനുസരിച്ച് ഏറ്റവും വെളിയിൽ ഉണ്ടാകുന്ന ഗ്രോത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോർക്ക് കാമ്പിയം എന്ന് വിളിക്കുന്നത്. സോ കോർക്ക് കാമ്പിയൽ ആക്ടിവിറ്റി കൊണ്ടാണ് പുറം ഭാഗത്ത് എന്തുണ്ടാകുന്നത്, പുതിയ ഗ്രോത്ത് ഉണ്ടാകുന്നത്. സോ അവിടെ ഉണ്ടാകുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫെല്ലം, ഫെല്ലോഡം, ഫെല്ലോജൻ എന്നൊക്കെ പറയുന്ന വേർഡുകൾ. സോ അത് നന്നായിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചിരിക്കുക. പിന്നെ അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാകും. നമ്മൾ അതിനിടെ ലെൻഡി സെൽസ് എന്ന് വിളിക്കുന്നത്. ലെൻഡി സെൽസ് വഴിയാണ് നമ്മൾക്കറിയാം വാട്ടർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനെ സഹായിക്കുന്ന ഒരു പോർഷൻ കൂടിയാണ് ലെൻഡി സെൽസ് എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്ന മേജർ പോയിന്റ്സ്. സെക്കൻഡറി ഗ്രോത്ത് റൂട്ടിലും പോസിബിൾ ആണ്, അതുകൂടി ഓർത്തിരിക്കുക. സോ ഇതൊക്കെയാണ് ഇതിന്റെ മേജർ പോയിന്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ചോദിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വേഗത്തിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. First question, which of the following is made up of dead cells? അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഡെഡ് സെല്ലുകൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ. കോളൻ കൈമ അല്ല, സ്ക്ലെറൻ കൈമയാണെങ്കിൽ നമുക്ക് എഴുതാം. കോളൻ കൈമ അങ്ങനെയല്ല. ഫെല്ലം, യെസ് ഓഫ് കോഴ്സ്, ഫെല്ലം ഡെഡ് ആണ്. അപ്പൊ ഡെഡ് സെൽസ് ആണ് ഫെല്ലം എന്ന് പറയുന്നത്. ബാക്കി കൊടുത്തിരിക്കുന്ന 3-4 ഓപ്ഷൻസ് ഒക്കെ ലൈവ് സെല്ലുകളാണ്. സോ ആ തന്നിരിക്കുന്നതിൽ ഡെഡ് സെൽസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സെക്കൻഡ് ഓപ്ഷൻ ഫെല്ലം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ഓൾറെഡി കോർക്ക് കാമ്പിയം പറഞ്ഞപ്പോൾ അത് പറഞ്ഞതാണ്. Conifers are adapted to tolerate extreme environmental conditions because of. അപ്പൊ കോണിഫേഴ്സിന് എക്സ്ട്രീം കണ്ടീഷൻസിൽ അവരെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് എന്നുള്ളതാണ്. തിക്ക് ക്യൂട്ടിക്കിൾ, അത് തന്നെ കറക്റ്റ് ആൻസർ ആണ്. തിക്ക് ക്യൂട്ടിക്കിൾ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇത്തരം കോണിഫേഴ്സിന് ഇത്തരത്തിലുള്ള ഡ്രാസ്റ്റിക് കണ്ടീഷനിൽ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത്. സോ തിക്ക് ക്യൂട്ടിക്കിൾ ഈസ് എ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the balloon shaped structures called tylosis. അപ്പൊ ഏതിനെയാണ് നമ്മൾ ടൈലോസിസ് എന്നറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് are extensions of xylem parenchyma cells into the vessels. Yes, xylem parenchyma എക്സ്റ്റൻഷൻസിനെയാണ്, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നീണ്ടിരിക്കുന്ന പോർഷൻസ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടൈലോസിസ് എന്ന് വിളിക്കുന്നത്. അതൊരു ബലൂൺ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ദാറ്റ് ഈസ് ദി ആൻസർ. സോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആൻസർ ആയിട്ട് വന്നു. ക്ലിയർ ആയാലും നിങ്ങൾക്ക്. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാസ്പെരിൻ സ്ട്രിപ്സ് ഒക്കേഴ്സ് ഇൻ. അത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തേ. കാസ്പെരിൻ സ്ട്രിപ്പും സ്റ്റാർച്ച് ഷീറ്റൊക്കെ കാണപ്പെടുന്നത് എൻഡോഡെർമിസിലാണ്. അങ്ങനെ ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട്. നാലാമത്തെ ഓപ്ഷൻ എൻഡോഡെർമിസ്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാന്റ്സ് ഹാവിംഗ് ലിറ്റിൽ ഓർ നോ സെക്കൻഡറി ഗ്രോത്ത് ആർ. ഈ താഴെ തന്നിരിക്കുന്നതിൽ സെക്കൻഡറി ഗ്രോത്ത് ഇല്ലാത്തത് ആർക്കാണ്? സെക്കൻഡറി ഗ്രോത്ത് ആർക്കാണ് ഇല്ലാത്തത്? സെക്കൻഡറി ഗ്രോത്ത് ഇല്ലാത്തവരെന്ന് പറയുന്നത് മോണോപോട്ടുകളാണ്. അപ്പൊ മോണോപോട്ട് ചെടികളെ നമ്മൾ സാധാരണ വിളിക്കുന്നത് ഗ്രാസസ് എന്ന് വിളിക്കാറുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഗ്രാസസ് ആണ്. സോ അത് തന്നെയാണ് ഇവിടുത്തെ ആൻസർ. അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഗ്രാസസ് മാറ്റി മോണോകോട്ടം തന്നിരുന്നാലും നമുക്ക് അത് തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ഹാർട്ട് വുഡ്. അപ്പൊ ഹാർട്ട് വുഡ് നമുക്കറിയാം നടുക്കിരിക്കുന്നത്, അതിനകത്ത് കുറെ ലിഗ്നിൻ, ഓയിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്യൂറബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഹാർട്ട് വുഡ്. അപ്പൊ ഹാർട്ട് വുഡിനെ പറ്റി തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഹൈലി ഡ്യൂറബിൾ. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഒരുപാട് കാലം നിലനിൽക്കുന്നതാണ് ഹാർട്ട് വുഡ്. ഇറ്റ് കണ്ടക്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ് എഫിഷ്യന്റ്ലി. ആദ്യമേ പറഞ്ഞത് ചത്തുകുത്തിയിരിക്കുന്ന സാധനമാണ് അല്ലെ. അത് ഓൾറെഡി ഡെഡ് ആയിട്ടുള്ള പോർഷൻ ആണ്. അപ്പൊ പിന്നെ അത് വാട്ടർ കണ്ടക്ട് ചെയ്യൂ? ഒരിക്കലും ഇല്ല. സോ ദാറ്റ് ഈസ് എ വെരി റോങ് സ്റ്റേറ്റ്മെന്റ്.
സ്റ്റേറ്റ്മെന്റ്. അപ്പൊ രണ്ടാമത്തെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സെക്കൻഡ് ഇസ് ദി ആൻസർ. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Grass leaves curl inwards during very dry weather. Select the most appropriate reason from the following. അപ്പൊ താഴെ തന്നിരിക്കുന്നതില് ഗ്രാസ് ലീവ്സ് എന്തുകൊണ്ടാണ് കേൾ ചെയ്യുന്നതാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഗ്രാസ് ലീവ്സ് കേൾ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ബുള്ളിഫോം സെൽസിന്റെ ഷ്രിങ്കേജ് ആണ്. സോ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ ഒരിക്കലും അല്ല. ഫ്ലാസിഡിറ്റി ഓഫ് ബുള്ളിഫോം സെൽസ്, യെസ് ദാറ്റ് ഈസ് ദി ആൻസർ. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണ്. ബുള്ളിഫോം സെൽസ് ഷ്രിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ് സ്വാഭാവികമായിട്ട് അത് കേൾ ചെയ്യുന്നത്. സോ സെക്കൻഡ് വൺ ഈസ് ദി ആൻസർ. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്ലോയം ഇൻ ജിംനോസ്പേംസ് ലാക്സ്. അപ്പോ ജിംനോസ്പേമിന്റെ ഫ്ലോയത്തിനകത്ത് കാണാത്തത് ഏത് എന്നുള്ളതാണ്. അപ്പോ അതിൽ ഓർത്തിരിക്കുക, കമ്പാനിയൻ സെൽസും സീവ് ട്യൂബ് എലമെന്റ്സ് ഇത് രണ്ടും നമ്മുടെ ജിംനോസ്പേമിൽ കാണാറില്ല. അപ്പോ അത് രണ്ടും ഇവിടെ ഓപ്ഷൻ ആയിട്ട് ഉണ്ട്. ഫോർത്ത് ഓപ്ഷൻ, ബോത്ത് സീവ് ട്യൂബ്സ് ആൻഡ് കമ്പാനിയൻ സെൽസ് ഇവിടെ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. സോ രണ്ടും ജിംനോസ്പേംസിൽ കാണാറില്ല. അപ്പൊ ഈ പോയിന്റ് നന്നായിട്ട് ഓർത്ത് വെച്ചോണം, കാരണം റെഗുലർ ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements given below is not true about the formation of annual rings? നമുക്കറിയാം ആനുവൽ റിംഗ്സ് ഉണ്ടാകുന്നത് രണ്ടു പേരും കൊണ്ടാണ്. അതായത് സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും ചേരുമ്പോഴാണ് ആനുവൽ റിംഗ് ഉണ്ടാകുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സിൽ റോങ് ഏതെന്നാണ് ചോദ്യം. Annual ring is a combination of spring wood and autumn wood produced in a year. ശരിയാണല്ലോ, അതാണല്ലോ നമ്മൾ പറഞ്ഞത്. Differential activity of cambium causes light and dark bands of tissue, early and late wood respectively. Early wood എന്ന് പറയുന്നത് സ്പ്രിംഗ് വുഡ് ആണ്, ലേറ്റ് വുഡ് എന്ന് പറയുന്നത് ഓട്ടം വുഡ് ആണ്. ആൻഡ് തന്നിരിക്കുന്ന പോയിന്റ് വളരെ കറക്റ്റ് ആണ്. The activity of cambium depends upon variation in the climate. Yes, കാരണം സ്പ്രിംഗ് സീസണും ഓട്ടം സീസണും, അപ്പൊ സീസൺ അനുസരിച്ചാണ് ഈ ആക്ടിവിറ്റി മാറുന്നത്. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, ടെമ്പറേറ്റ് റീജിയനിലാണ് കൂടുതലായിട്ട്, അതായത് നമ്മുടെ റോസ് വുഡ് ട്രീ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ടെമ്പറേറ്റ് റീജിയനിൽ വളരുന്ന ചെടികളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിൽ ഇത്ര നന്നായിട്ട് നമുക്ക് ഈ ആനുവൽ റിംഗ്സ് കാണാനായിട്ട് പറ്റില്ല. Then the last point, annual rings are not prominent in trees of temperate region. അയ്യോ, ഇപ്പൊ പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ. അതായത് ടെമ്പറേറ്റ് റീജിയനിൽ ഇത് പ്രോമിനന്റ് അല്ലാതെ, ടെമ്പറേറ്റ് റീജിയനിലാണ് ഇത് പ്രോമിനന്റ്, ട്രോപ്പിക്കൽ റീജിയനിലാണ് ഇത് പ്രോമിനന്റ് അല്ലാതിരിക്കുന്നത്. സോ ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായി പോയി. സോ ആ തെറ്റായ പോയിന്റ് ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ ഫോർത്ത് ഈസ് ദി ആൻസർ. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മോഡലാണ് വരുന്നതെന്ന്. ഇതിനേക്കാളും കൂടുതലുള്ള, അതായത് ബാക്കിലോട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യുക. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് നീറ്റിന് എഴുതാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എപ്പോഴും കൂടെ കാണണം, കാരണം നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ എഴുതി ജയിക്കുന്നത് വരെയും ഞാനും കൂടെ കാണും.